എൻ്റെ മോൻ ഈ അടുത്തൊന്നും ഇത്ര ഹാപ്പി ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. ആളുടെ കുറേ വർഷം എന്ന് വെച്ചാൽ മോന് ഭയങ്കര ഏജ് ആയതല്ല, ഒരു 4-5 ഇയേഴ്സ്. ആൾക്കൊന്ന് അറിവ് വെച്ച ടൈം തൊട്ട് ആൾക്ക് ഡോഗ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ദുബായിലായതുകൊണ്ട് എനിക്ക് എൻ്റെ കുഞ്ഞുനാൾ തൊട്ട് എൻ്റെ വീട്ടിലെ ഡോഗ്സ് ഉണ്ട്, ഞാൻ ഡോഗ്സിനെ വളർത്തും. അപ്പോൾ ഞങ്ങൾ നാട്ടിലെ വീട്ടിലായാലും കുറേ സ്പേസ് ഉണ്ട് ഡോഗ്സിനെ ഇറങ്ങി നടക്കാനും കളിക്കാനും, അങ്ങനെ കുറേ ഇതുണ്ട്. അപ്പം എനിക്ക് എൻ്റെ ഫസ്റ്റ് 2 ഡോഗ്സ് എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യലാണ്. ഞാൻ ഇപ്പോൾ പോലും അവരുടെ കാര്യം പറയുമ്പോൾ ഞാൻ ഭയങ്കര ഇമോഷണൽ ആവാറുണ്ട്. സോ അവരെയൊക്കെ നഷ്ടപ്പെട്ടു. പിന്നെ കുറേ ഡോഗ്സ് മേടിച്ചെങ്കിലും പിന്നെ വാങ്ങുന്ന എല്ലാ ഡോഗ്സിനും അവരുടെ സെയിം പേര് തന്നെയാണ്. ഞങ്ങൾ പേര് പോലും മാറ്റിയിട്ടില്ല, സെയിം പേരിട്ട് തന്നെയാണ് ഞങ്ങൾ പുതിയ ഡോഗ്സിനെയും വിളിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഒരു സ്റ്റേജ് എത്തിയപ്പം കല്യാണമൊക്കെ കഴിഞ്ഞു. ഞാൻ ഫാമിലിയോടെ ദുബായിൽ വന്നു. ഇവിടെ പിന്നെ സ്റ്റേ ആയി. പിന്നെ പോകെ ഡോഗ്സിനെ ഒന്നും കാണാതെയൊക്കെ ആയി. ഞാൻ ഓക്കെ, എന്നാലും ഇപ്പോഴും എൻ്റെ ഡോഗ്സിൻ്റെ പിക്ചേഴ്സ് കാണുമ്പോൾ ഞാൻ ഇപ്പോഴും ഇമോഷണൽ ആവാറുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണോ എന്നറിയില്ല, എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ്. അമ്മയ്ക്ക് ഡോഗ് ഉണ്ടല്ലോ, അമ്മ ഹാപ്പി ആയിരുന്നല്ലോ ബേബി ആയിരുന്നപ്പോൾ, എനിക്കൊരു ഡോഗ് വേണമെന്ന് പറയുമായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ പറയുമായിരുന്നു, മോനെ ഇവിടെ ഫ്ലാറ്റിൽ നമുക്ക് ഒരു ഡോഗിനെ കൊണ്ടുവന്ന് നോക്കാനുള്ള ഇതില്ല, അവർക്ക് ഫ്രീ ആയിട്ട് ഇറങ്ങി നടക്കണം, ഓടണം, അല്ലാതെ നമ്മളൊരു ഫ്ലാറ്റിലിട്ട് അതിനെ വളർത്തുന്നതിൻ്റെ കൂടെ അത് ശരിയാവത്തില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുമായിരുന്നു. പോരാത്തതിന് അവൻ്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഒരു 2-3 വർഷം മുന്നേ നമ്മൾ നാട്ടിൽ പോയപ്പം നാട്ടിലൊരു ഡോഗിനെ മേടിച്ചു, ഒരു ജർമ്മൻ ഷെപ്പേർഡ്. അതിന് അവൻ തന്നെ ഹാച്ചി എന്ന് നെയിം ഇട്ടു. അതിനുള്ള കാരണം നമ്മൾ നെറ്റ്ഫ്ലിക്സിൽ ഹാച്ചി എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഉണ്ടായിരുന്നു, ഒരു ഡോഗിൻ്റെ മൂവിയാണ്. അതിലെ ഡോഗിൻ്റെ പേരാണ് ഹാച്ചി. സോ നമ്മൾ അത് കണ്ടിട്ട് അവന് ഭയങ്കര സങ്കടം വന്ന് ആ ഒരു ടൈമിൽ തന്നെയാണ് നമ്മൾ നാട്ടിൽ ഹാച്ചിനെയും മേടിച്ചത്. അതാണ് ഹാച്ചിയുടെ നെയിമിന് കാരണം. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞു, പോയി കളിച്ചു, ഹാച്ചിയുടെ കളിച്ചെല്ലാം കഴിഞ്ഞു, വെക്കേഷൻ കഴിഞ്ഞു, വീട്ടിലെത്തി. ഇതെല്ലാം കഴിഞ്ഞ് കുറേ ഇപ്പം ഇവന് വീഡിയോ കോൾ ചെയ്യുമ്പം ഹാച്ചി അവനെ മൈൻഡ് ചെയ്യണില്ല, അതറിയണില്ലല്ലോ ആളാണ് വിളിക്കണേന്നുള്ളത്. ഓക്കെ, അപ്പം അവൻ ഇങ്ങനെ കംപ്ലൈൻറ്റ് പറയാൻ തുടങ്ങി, വിഷമം പറയാൻ നോക്കി. അമ്മ എന്നെ ഹാച്ചി മൈൻഡ് ചെയ്യണില്ല, അതാണ് ഇതാണ് മറ്റതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുടെ ഭയങ്കര സങ്കടമായി. ഇങ്ങനെ കുറച്ച് ഡേയ്സ് അങ്ങനെ പോയി. പിന്നെ അവൻ ഇവിടെ തന്നെ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ ചിലപ്പോൾ അവർക്ക് പെറ്റ്സ് ഉണ്ട്. പെറ്റ്സ് ലൈക്ക് ചിലർക്ക് ഡോഗ്സ് ഉണ്ട്, ചിലർക്ക് ബേർഡ്സ് ഉണ്ട്. അപ്പം വന്ന് വീട്ടിൽ ചോദിക്കും, അമ്മ അവർക്ക് അവിടെ ഉണ്ടല്ലോ, നമ്മളെ സെയിം റൂം തന്നെയല്ലേ അവരവിടെ വളർത്തുന്നുണ്ടല്ലോ, നമുക്കൊന്ന് നോക്കാമോ എന്നൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞു. അവസാനം അച്ഛനും ഞാനും സമ്മതിച്ചു. ഓക്കെ, മോന് സന്തോഷമാണെങ്കിൽ നമുക്കൊരു ഡോഗിനെ മേടിക്കാം. അങ്ങനെ നമ്മൾ ഈ ഇയർ വെക്കേഷനൊക്കെ കഴിഞ്ഞു, നമ്മൾ നാട്ടിലൊക്കെ പോയി വന്നതിന് ശേഷം ഒരു ഡോഗിനെ മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അച്ഛനും മോനും കൂടെ ദുബായിൽ എവിടെയാ ഡോഗ് കിട്ടണമെന്നൊക്കെ സെർച്ച് ചെയ്ത് ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ച് അവസാനം ഒരു പ്ലേസ് കിട്ടി. അവിടെ പോയാൽ ഡോഗ്സ് ഒക്കെ കാണാം. നമ്മൾ കുറച്ചുകൂടെ പ്രൈസൊക്കെ കുറച്ച് കിട്ടും. നമ്മൾ ദുബായിൽ അല്ലാതെ ഇതൊരു ഷാർജയിൽ ഒരു പ്ലേസ് ആണ്. അപ്പം അവിടെ പോയാൽ നമുക്ക് ഡോഗ്സിനെയൊക്കെ കാണാം, എല്ലാം നോക്കി റേറ്റ് ഒക്കെ നോക്കി നമുക്ക് ഓക്കെ ആക്കി വെച്ചിട്ട് നാട്ടിൽ പോയി വന്നതിന് ശേഷം നമ്മളെ പുതിയ ഡോഗിനെ മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഡോഗിനെ കാണാൻ പോയത്. ഡോഗിനെ കാണാൻ പോയിട്ട് അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ ചെന്നത് ഡോഗ് ഷോപ്പിലല്ല, അതിന് പകരം ഞങ്ങൾ പോയ സ്ഥലത്തിൽ ഫുള്ള് ബേർഡ്സ് ആയിരുന്നു. ആക്ച്വലി അതൊരു ബേർഡ് മാർക്കറ്റ് ആയിരുന്നു. അപ്പോൾ തന്നെ എൻ്റെ മോൻ്റെ പകുതി സന്തോഷം പോയി. പക്ഷേ എന്താ, എല്ലാം ഒരു നിമിത്തമല്ലേ, നമ്മൾ അവിടെ പോകാനും നമ്മളെ കുഞ്ഞിനെ അവിടെ വെച്ച് കാണാനും, ഞങ്ങളെ മൈൻഡ് മാറി ഞങ്ങൾ കുഞ്ഞിനെ മേടിച്ചിട്ട് തിരിച്ചു വരാനും, അങ്ങനെ കുറേ സംഭവങ്ങൾ അവിടെ നിന്ന് ആ ഒരു ചുരുങ്ങിയ ടൈമിൽ നമ്മൾ ഡിസിഷൻ മാറ്റി നമ്മൾ കുഞ്ഞിനെ സെലക്ട് ചെയ്ത്. അതിനൊരു കാരണമുണ്ട്, കുഞ്ഞിനെ എന്തുകൊണ്ടാണ് അപ്പോൾ സെലക്ട് ചെയ്തെന്നുള്ള ഒരു കാരണമുണ്ട്. അപ്പം അത് ഞാൻ എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അപ്പോൾ എൻ്റെ നെക്സ്റ്റ് വീഡിയോയ്ക്കായിട്ട് നിങ്ങൾ എങ്ങനെ ഫോളോ ചെയ്യാം, നമ്മളെ കുഞ്ഞുങ്ങളുടെ സ്റ്റോറി ഞാൻ നെക്സ്റ്റ് പാർട്ട് ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്.